മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു നേരം. അവൾ നോക്കുന്നത് കണ്ട് ഡേവിഡ് അവളോട് ചോദിച്ചു, എടോ തുമ്പി, താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അതിന് അവൾ ഒന്നുമില്ല എന്നോണം തലയാട്ടി. ഹേ, അത് കള്ളം. എന്താ കാര്യം? എന്നോട് പറയടോ. അത് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ദേഷ്യമാകോ സാറിന്? ആവണി ഡേവിഡിനോട് ചെറുതായിട്ടൊന്ന് അനുവാദം ചോദിച്ചു. ഇതെന്താണ് പുതിയൊരു ഏർപ്പാട്? എന്നോട് അനുവാദമൊക്കെ ചോദിക്കുന്നത്? തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു. താൻ ചോദിച്ചോളോ, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. സാർ, ഞാൻ സാറിൻ്റെ വെറുമൊരു എംപ്ലോയി ഇല്ലേ? സാറുമായി ഒരു ബന്ധമോ കടപ്പാടോ എനിക്കില്ലല്ലോ. പിന്നെന്തിനാ സാർ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാണ് സാർ എന്നെ കെയർ ചെയ്യുന്നത്, എൻ്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എനിക്കറിയാം സാറുടെ തിരക്കുകളെക്കുറിച്ച്, സമയത്തിൻ്റെ വിലയെക്കുറിച്ച്. ഇന്ന് അത്ര വലിയ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയിലും സാറുടെ ശ്രദ്ധ എൻ്റെ മേലെയായിരുന്നു. ഞാനൊന്ന് തലയിൽ കൈ വയ്ക്കുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ സാറുടെ മുഖത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. സാറുടെ കണ്ണ് എൻ്റെ മേലേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ക്ലയൻസിനെ ഒന്ന് യാത്രയാക്കാൻ പോലും നിൽക്കാതെയാണ് സാർ എന്നെ എടുത്തുകൊണ്ട് അത്രയും സ്റ്റാഫുകളുടെ മുമ്പിലൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? പിന്നെ എന്തിനാ സാർ ഇതൊക്കെ ചെയ്യുന്നത്? അതും സാറിൻ്റെ വെറുമൊരു എംപ്ലോയി ആയ എനിക്ക് വേണ്ടിയിട്ട്? ആവണി ഡേവിഡിനോട് ചോദിച്ചു. ഇതെല്ലാം ഡേവിഡിനോട് ചോദിക്കുമ്പോൾ ആവണിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ നമ്മുടെ ഡേവിഡ് ഒരു നിമിഷം മൗനമായി. ഡേവിഡ് അവളുടെ ബെഡിൻ്റെ സൈഡിലേക്ക് ചേർന്നിരുന്നു. എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, താൻ വെറുമൊരു എംപ്ലോയി ആണെന്ന് ആരാ പറഞ്ഞേ? ഈ തുമ്പി എനിക്ക് വെറുമൊരു എംപ്ലോയി അല്ല എന്ന്. ഡേവിഡ് അത് പറഞ്ഞതും അവളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ കിരണങ്ങളൊന്ന് വിരിഞ്ഞു. ഞാൻ മിന്നികെട്ടാൻ തീരുമാനിച്ച എൻ്റെ പെണ്ണാടോ താൻ എന്ന് പറയുമെന്ന് അവൾ വിചാരിച്ചു. ഒരിക്കൽ സാർ അത് പറയരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച അവൾ തന്നെ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുകയാണ് അവനത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് കേൾക്കാനായി അവൾ കാതോർത്ത് നിന്നു. ഡേവിഡ് പറയാൻ തുടങ്ങി, എടോ, താൻ എൻ്റെ വെറുമൊരു എംപ്ലോയി മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാ താൻ. അതായത് എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് താൻ എൻ്റെ പ്രിയപ്പെട്ടതായെന്നും ഏത് സ്ഥാനമാണ് എൻ്റെ മനസ്സിൽ തനിക്കുള്ളത് എന്നും താനൊന്ന് നേരെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതെന്തായാലും ഞാൻ ഇപ്പം പറയുന്നില്ല, പക്ഷേ ഉടനെ തന്നെ ഞാൻ അത് പറയും. അന്ന് താൻ യാതൊരു മടിയും ഇല്ലാതെ, വലുപ്പ ചെറുപ്പങ്ങളില്ലാതെ എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ കൂട്ടായിട്ട് കേട്ടോ. താൻ നിൽക്കില്ലേടോ? ഡേവിഡ് പതിഞ്ഞ സ്വരത്തിൽ ആവണിയോട് ചോദിച്ചു. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് ആവണിക്ക് മനസ്സിലായി. സാറിൻ്റെ കൂടെ താങ്ങായി തണലായി താൻ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അവളൊന്ന് തലയാട്ടി. അതുകൊണ്ടപ്പോൾ ഡേവിഡ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ശരി, താൻ കിടന്നു, ഞാനിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു ഡേവിഡ്. അപ്പോൾ സാറൊന്ന് പോകുന്നില്ലേ? ഇല്ല, പോകുന്നില്ല. എന്തേ, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. അവൾ എന്താ പറയേണ്ടതെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടാ. എടോ, എനിക്ക് വീട്ടിൽ പോയാലേ മനസ്സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ഡേവിഡ് അത് പറഞ്ഞു തീർന്നതും ആവണി ഒന്ന് ചിരിച്ചു. പിന്നെ ഞാനിവിടെ ഉള്ളത് അഞ്ജുനോടും ദീപക്കിനോടൊന്നും പറയില്ലേ കേട്ടോ. ഓഫീസിൽ പാട്ടാവാ, അത് മതി, എൻ്റെ കൽപ്പന ഇമേജൊക്കെ പോവും. ഡേവിഡ് ആവണിയോട് പറഞ്ഞു. ഇല്ല സർ, ഞാൻ പറയില്ല. എന്നാൽ ഓക്കെ, താൻ ഉറങ്ങിക്കോ കുറച്ചു നേരം എന്ന് പറഞ്ഞ് ഡേവിഡ് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആവണി അവനെ നോക്കി തന്നെ കണ്ണടച്ചു. എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. അവൾ ഉറങ്ങി എഴുന്നേറ്റവൾ കണ്ടത് തൻ്റെ ബെഡിൽ മുഖമുയർത്തി കിടന്നുറങ്ങുന്ന ഡേവിഡിനെയാണ്. അവൻ തൻ്റെ അടുത്ത് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. എന്ത് ക്യൂട്ടാ ഈ സാറിനിങ്ങനെ കാണാൻ, അവൾ മനസ്സിലാർത്തു.
അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പേരറിയാത്ത ഒരുപാട് വികാരങ്ങൾ വരുന്നുണ്ടായിരുന്നു. അവൾ അവനിൽ ഒരുപാട് അടിമപ്പെട്ടിരുന്നു. അവൻ്റെ സ്നേഹത്തിൽ, അവൻ്റെ കരുതലിൽ, അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ സ്പർശനത്തിൽ, അങ്ങനെ ഒരുപാട്. ഇനി ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കാൻ അവൾക്കാവില്ല. അവൾ മെല്ലെ ഇഞ്ചക്ഷൻ ഇട്ട കൈ അവൻ്റെ തലയുടെ മേലെ കൊണ്ടുചെന്നു. അവിടെ ഒന്ന് തലോടി. അവൻ്റെ നീളം മുടിയിഴകളെ അവൾ കൈകൾ കൊണ്ട് താലോലിച്ചു കുറച്ചു നേരം. അവൻ്റെ മുഖം അവളുടെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ കണ്ണ് നോക്കി എനിക്കെൻ്റെ സാറിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാനും അവൻ്റെ നെറ്റിയിൽ ഒരു ചുടുചുംബനം നൽകാനും അവളുടെ മനസ്സ് വല്ലാതെ കൊതിച്ചു. അവൾ മുടിയിഴകളിൽ നിന്ന് ഡേവിഡിൻ്റെ കവിളിലേക്ക് അവളുടെ കൈ ചലിപ്പിച്ചു. അവൻ്റെ മിനുസമുള്ള കവിളിൽ ഒന്ന് തലോടി. അവൻ അവളുടെ കരസ്പർശം അറിഞ്ഞ പോലെ തന്നെ അവൻ്റെ കവൾ അവളുടെ കൈയിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൻ ഉണർന്നാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഡേവിഡ് ഉറക്കത്തിൽ ചെയ്തതാണ് അത്. കുട്ടികളെ പോലെ തൻ്റെ കയ്യിൽ മുഖമുരസുന്ന ഡേവിഡിനെ കണ്ടപ്പോൾ ഒരുതരം വാത്സല്യം തോന്നി അവൾക്ക്. ആവണി കുറെ നേരം അവൻ്റെ കവളിൽ തലോടിയും ഒരു കുഞ്ഞു പിച്ചും അങ്ങനെ കിടന്നു. പിന്നെ കുറച്ചു നേരത്തിന് ശേഷം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. അവള് ബാത്റൂമിലേക്ക് പോയി ഡോർ ക്ലോസ് ചെയ്തതും ബെഡിൽ കിടക്കുന്ന ഡേവിഡ് ഒന്ന് ചിരിച്ചു. അവൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ അവളുടെ സ്പർശനം മറന്നിരുന്നു. അവൾ അവൻ്റെ മുടിയെ കവളിനെ ഒക്കെ താലോലിക്കുന്നതെല്ലാം അവൻ ആസ്വദിച്ചിരുന്നു. അവൾ ബാത്റൂമിലേക്ക് പോയി വന്നതും ഡേവിഡ് ഒന്നും അറിയാത്ത പോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ബെഡിലേക്ക് ഇരുന്നു. തനിക്ക് വിശക്കുന്നുണ്ടോടോ? ഡേവിഡ് ചോദിച്ചു. വിശക്കുണ്ട് സർ, പക്ഷെ ഒന്നും വേണ്ട. വായ നല്ല കശപ്പ, ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും കഴിച്ച. ആവണി പറഞ്ഞു. അത് നന്നായി, വൊമിറ്റ് ചെയ്യും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക സർ. വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് താൻ കഴിക്കില്ല. ഇനി എപ്പോഴാ? ഇപ്പോൾ തന്നെ 8 മണിയായില്ലേ? ഇപ്പോൾ കഴിച്ചിട്ട് ഒരു 9 ആവുമ്പോഴേക്കും ഉറങ്ങാൻ നോക്കുതാൻ. ഞാനിപ്പോൾ കഞ്ഞി വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഡേവിഡ് പുറത്തേക്ക് പോയി. അവൻ പോകുന്നതും അവളുടെ കണ്ണിൽ നിന്ന് അവൻ്റെ രൂപം മായുന്നത് വരെയും അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഓഫീസിലെ വീരശൂര പരാക്രമിയാണ് തനിക്ക് വേണ്ടി ഇപ്പോൾ ക്യാൻറ്റീനിൽ പോയി കഞ്ഞി വാങ്ങാൻ പോയത് എന്നോർക്കുമ്പോൾ അവൾക്ക് ഒരു കുഞ്ഞു ചിരി വിടർന്നു അവളുടെ ചുണ്ടിൽ. അല്പസമയത്തിന് ശേഷം ഡേവിഡ് തിരിച്ചെത്തി. ഡേവിഡിൻ്റെ കയ്യിൽ വലിയൊരു ടിഫൻ ക്യാരിയർ ഉണ്ടായിരുന്നു കേട്ടോ. അവനത് ടേബിളിൽ വെച്ചു. എന്നിട്ട് അതിൽ നിന്നും നല്ല ചെറുപയർ കഞ്ഞിയും ഉള്ളിയും പുളിയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയും ഉപ്പിലിട്ട കടുമാങ്ങയും പിന്നെ പുളിയിഞ്ചിയൊക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി ആവണിക്ക് നേരെ നീട്ടി. എടോ, അതിനെന്തത്ര അതിശയപ്പെടാനുള്ളത്? എൻ്റെ വീട്ടിൽ തന്നെയല്ലേ? ഡേവിഡ് ചോദിച്ചു. അല്ല, എനിക്ക് ഫുഡ് സാറുടെ വീട്ടിൽ നിന്നോ? അതിനെന്താ, തനിക്ക് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ? അല്ല സാർ, അത് പിന്നെ സാർ എന്തു പറഞ്ഞിട്ടാ ഫുഡ് പാക്ക് ചെയ്യിപ്പിച്ചേ? ബുദ്ധിമുട്ടായില്ലേ? ആവണി ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ വീട്ടിലെ 2-3 ജോലിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ചെയ്തോളും. പക്ഷെ ഇത് ജോലിക്കാരോടൊന്നും ചെയ്യിപ്പിച്ചതല്ല കേട്ടോ. മിസ്സിസ് മാത്യു തന്നെ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ് ഡ്രൈവറിൻ്റെ അടുത്ത്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയാ ഇത്, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. സാർ എന്താ പറയുന്നേ? എനിക്ക് വേണ്ടി കുക്ക് ചെയ്തതാണെന്നോ? അതും സാറുടെ അമ്മ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആവണി ഡേവിഡിനോട് പറഞ്ഞു. അതെന്താടോ അങ്ങനെ?
വിശ്വസിക്കാൻ പറ്റാതിരിക്കാൻ? ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ലല്ലോ. ഞാനേ ഉച്ചയ്ക്ക് താൻ ഹോസ്പിറ്റലായ കാര്യം മമ്മിയെ വിളിച്ച് പറഞ്ഞു. ഇന്നിവിടെ സ്റ്റേ ചെയ്യട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാനാട്ടോ വിളിച്ചത്. അപ്പോൾ മമ്മി ഇങ്ങോട്ട് പറഞ്ഞതാ ഞാനിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വന്നാൽ മതി എന്നൊക്കെ. ഫുഡ് പുറത്തുനിന്ന് വാങ്ങണ്ട, മമ്മി തന്നെ കൊടുത്തയക്കാമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഒരു കുഞ്ഞു കണ്ണുള്ളി പുറത്തേക്ക് വന്നു. അത് അവളുടെ കണ്ണിൽ നിന്ന് കവളിലൂടെ ഒഴുകി. എടോ, താൻ കരയാണോ? ഡേവിഡ് ചോദിച്ചു. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല സാർ. സാർ, എനിക്ക് വേണ്ടി നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ അമ്മയും. ഞാൻ എങ്ങനെയായി കടവൊക്കെ വീട്ടുക? ആവണി ചോദിച്ചു. അയ്യേ, സെഞ്ചി അടിക്കല്ലേടോ. ഇതൊന്നും വലിയ കാര്യമില്ല. താൻ എൻ്റെ വെറും ഒരു എംപ്ലോയി മാത്രമല്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാളും കൂടിയല്ലേ. അപ്പോൾ ഇതിലൊക്കെ എന്താ കാര്യം? തനിക്ക് കടം വീട്ടണമെങ്കിൽ താൻ എൻ്റെ ലൈഫ് ടൈം PA ആയിട്ട് ജോയിൻ ചെയ്തോ. പക്ഷെ അത് ഇപ്പോഴത്തെ പോലെ ആയിരിക്കില്ല കേട്ടോ. ഇടയിലൊന്നും അഞ്ജുവിനെ കാണാം, അവരെ കാണാൻ വേണ്ടി പോകാനൊന്നും പറ്റില്ല. ഡേവിഡ് ചിരിച്ചുകൊണ്ട് ആവണിയോട് ഒരു ഇൻഡയറക്റ്റ് പ്രപ്പോസൽ നടത്തി. ആവണിക്ക് അത് മനസ്സിലായി. അവൾ പറഞ്ഞു, സാലങ്കിയസോ എന്ന്. സാലങ്കിയോ? അതെന്താ സംഭവം? അത് ഓക്കെ സാർ എന്നാ പറഞ്ഞത്. ജസ്റ്റ് സ്റ്റൈലിൽ പറഞ്ഞതെന്നേ ഉള്ളൂ. ആവണി പറഞ്ഞൊപ്പിച്ചു. അവനോട് സംസാരിക്കുമ്പോഴെല്ലാം അവളുടെ കവള് ഇത്തിരി ചുവന്ന് തുടങ്ങി. ശരി ശരി, സംസാരിച്ചതൊക്കെ മതി. താനിപ്പോൾ കഞ്ഞി കുടിച്ചേ എന്ന് പറഞ്ഞു ഡേവിഡ്. അവളെ ഇഞ്ചക്ഷൻ ഇട്ട കൈ കൊണ്ട് കഞ്ഞി കോരി കുടിക്കാൻ തുടങ്ങി. അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, എന്നാലും അവൾ ശ്രമിച്ചു. അവളെ ബുദ്ധിമുട്ടുന്നത് കണ്ടതും ഡേവിഡ് അവളുടെ കയ്യിൽ നിന്ന് ആ പാത്രം വാങ്ങി. എന്നിട്ട് അവൻ അതിൽ നിന്ന് ഒരു സ്പൂൺ കഞ്ഞിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൻ അങ്ങനെ ചെയ്തതും അവൾ ഞെട്ടി. എന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു പോയി. ഡോ, എന്നെ നോക്കി നിൽക്കാതെ കുടിക്കി, ഡേവിഡ് പറഞ്ഞു. അത് കേട്ടതും അവൾ ആ സ്പൂൺ കഞ്ഞിയെടുത്ത് കുടിച്ചു. അങ്ങനെ ഡേവിഡ് ഓരോ സ്പൂണായി അവൾക്ക് കൊടുത്തു. അവളത് നല്ലോണം ആസ്വദിച്ച് തന്നെ കഴിച്ചു. എടോ, അഞ്ജുവും ദീപക്കും പോയിട്ട് വിളിച്ചോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. സാറ് പുറത്തു പോയപ്പോൾ ദീപക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആവണി പറഞ്ഞു. ദീപക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ദീപകിനെ തനിക്ക് ഇങ്ങനെയാ പരിചയം? ഓഫീസിൽ വന്നിട്ട് തന്നെയാണോ? ഡേവിഡ് ചോദിച്ചു. അതെ സാർ, ഓഫീസിൽ വന്നിട്ട് തന്നെയാ. ഞാനും അഞ്ജുവും ദീപക്കും ഏകദേശം ഒരേ സമയത്താണ് ഓഫീസിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ ടീമാണ്. പക്ഷെ അഞ്ജുവും ദീപക്കും ടോം ആൻഡ് ജെറി ആട്ടോ, എപ്പോഴും വഴക്കാം. പക്ഷേ അത് കാണാൻ നല്ല രസമാട്ടോ. അപ്പം തന്നോട് വഴക്കുണ്ടാക്കാറൊന്നുമില്ലയോ ദീപക്? എന്നോട് വഴക്കുണ്ടാക്കാറില്ല. അവൻ എന്നെ വലിയ കാര്യമാണ്, ദിവസവും വിളിക്കും. അവനെ അത് പറഞ്ഞു തീരുമ്പോൾ ദേവിൻ്റെ മുഖത്ത് നല്ല കുശുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറിൻ്റെ ചോദ്യത്തിലൂടെ തന്നെ സാറിൻ്റെ ഉള്ളിലുള്ള കുശുമ്പ് അവൾക്ക് മനസ്സിലായി. അവൾ ആ കുഞ്ഞു കുശുമ്പ് നല്ലോണം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൻ പിന്നീടൊന്നും ചോദിക്കാതെ അവൾക്ക് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് നേഴ്സ് റൂമിലേക്ക് കടന്നു വന്നത്. സാറ് വൈഫിന് കഞ്ഞി കോരി കൊടുക്കുകയാണോ? നേഴ്സ് ചോദിച്ചു അവരോട്. അത് കേട്ടതും ഡേവിഡിനും ആവണിക്കും ഒരുപോലെ ഒരു തരം ചമ്മലായിപ്പോയി. രണ്ടാൾക്കും പരസ്പരം നോക്കാൻ പറ്റിയില്ല ആ ചമ്മൽ കാരണം. സാർ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് വിളിക്കണേ, ട്രിപ്പിടാനാ, നേഴ്സ് ചോദിച്ചു. ആവണി നേഴ്സിനോട് പറഞ്ഞു ആ സമയത്ത്. ഞാൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു, ട്രിപ്പ് ഇട്ടോളൂ എന്ന്. സത്യത്തിൽ അവളത് പറഞ്ഞപ്പോൾ സന്തോഷമായി ഡേവിഡിന്. വൈഫല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ നേഴ്സ് ട്രിപ്പ് ഇട്ടു. 3 മണിക്കൂർ കഴിയുമ്പോൾ നേഴ്സിംഗ് റൂമിൽ വന്നൊന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് പോയി റൂമിൽ നിന്ന്. അവളുടെ കൈ ഇളക്കാതിരിക്കാൻ ഡേവിഡ് ഒരു തലയണ കൈൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു. ഡേവിഡ് തൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വലിയൊരു സന്തോഷം തോന്നി. തന്നെ സ്നേഹിക്കാനും തൻ്റെ മാത്രമായിട്ട് ഒരാളെ കിട്ടിയില്ലേ എന്നതുകൊണ്ട്. അവൻ്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ റെസ്റ്റ് എടുക്കാതെ തൻ്റെ പിന്നാലെ നടക്കുമല്ലേ. അതുകൊണ്ട് ആവണി പറഞ്ഞു ഡേവിഡിനോട്, സാർ കുറച്ചു നേരം കിടന്നോ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഞാൻ വിളിച്ചോളാം. അത് വേണ്ട, 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എണീച്ചില്ലെങ്കിൽ ട്രിപ്പിൻ്റെ കാര്യം കഷ്ടത്തിലാവും, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. ഒരു കഷ്ടത്തിലാവില്ല, പ്ലീസ് സാർ, ഞാൻ പറയണൊന്ന് കേൾക്ക്. ഞാൻ സാറ് പറയണതെല്ലാം കേൾക്കുന്നില്ലേ?
അപ്പോൾ സാറും കേൾക്കണ്ടേ? ഇല്ലെങ്കിൽ ശരി, സാറ് വീട്ടിൽ പൊക്കോ, ഞാൻ റോസി അമ്മയെ വിളിച്ചോളാം, ആവണി ഡേവിഡിനോട് പറഞ്ഞു. അയ്യോ പൊന്നെ വേണ്ട, ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞ് ആവണിയുടെ തൊട്ടടുത്തുള്ള ബെഡിൽ പോയി കിടന്നു ഡേവിഡ്. അവൻ കിടക്കുന്നത് അവൾ കൺചിമ്മാതെ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. അവനും ഉറക്കത്തിൽ അവൻ പെട്ടെന്ന് എണീച്ചപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. അവളുടെ ഉറക്കത്തിൽ കൈ ഇളക്കിയിരിക്കുന്നു, അതുകൊണ്ട് ബ്ലഡ് ട്യൂബിലൂടെ കയറിപ്പോയിട്ടുണ്ടെന്ന്. അത് കണ്ടപ്പോൾ അവൻ വേഗം നേഴ്സിംഗ് റൂമിൽ പോയി നേഴ്സിനെ വിളിച്ചു. നേഴ്സ് വന്ന് ട്രിപ്പ് റിമൂവ് ചെയ്തു. അവന് നേഴ്സ് വന്നിട്ടാണ് ബ്ലഡ് കയറിപ്പോയ കാര്യം കണ്ടത്. അത് കണ്ടതും അവൾക്ക് പേടിയായി. അവളെ നല്ലോണം വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒപ്പം ഡേവിഡ് അവളെ ചേർത്ത് പിടിച്ചു. എടോ ഒന്നുമില്ല, താൻ ടെൻഷൻ ആവല്ലേ, താൻ അങ്ങോട്ട് നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചു. അവളെ മറ്റേ കൈ കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു നേഴ്സ് അവൾക്ക്. സാറേ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് തണുക്കണ്ടോ, അത് കാര്യാക്കണ്ട, പനി കൂടിയാൽ മാത്രം ഒന്ന് വിളിക്കിട്ടോ എന്ന് പറഞ്ഞ് നേഴ്സ് പോയി. നേഴ്സ് പോയത് അവളെ അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറ്റി ബെഡിൽ കിടത്തി 2 പുതപ്പ് പുതച്ചു കൊടുത്തു. എന്നിട്ട് ബെഡിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നു. അവൾ പറഞ്ഞു, സാർ എനിക്ക് വയ്യ, നല്ലോണം തണുക്കുന്നുണ്ട്, പേടിയാവാ സാർ, എൻ്റെ അടുത്തുനിന്ന് മാറല്ലേ എന്ന് പറഞ്ഞ് അവൻ്റെ കൈ അമർത്തി പിടിച്ചു അവളെ. അവന് പാവം തോന്നി. അവൻ എഴുന്നേറ്റ് അവളുടെ ബെഡിൻ്റെ അരികിലേക്ക് ഇരുന്നു. അവൻ അവളുടെ തല തലോടിക്കൊണ്ടിരുന്നു. ഇനി എന്തെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.